CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരമുറി കേസിൽ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിലെ CPM പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. പൊതുശ്മശാനത്തിൽ നിന്നും ആയുർവേദ ആശുപത്രി വളപ്പിൽ നിന്നും അനധികൃതമായി ഏകദേശം 4 ലക്ഷം രൂപയോളം വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കേസ്. കുമരംപുത്തൂർ നെച്ചുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മെഡിക്കൽ ഓഫീസറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. കേരളത്തിലെ നിലവിലെ ആരോഗ്യരംഗത്തെയും പനിബാധിത സാഹചര്യത്തെയും നേതാക്കൾ വിമർശിച്ചു. ചെർപ്പുളശ്ശേരി ടൗണിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്താണ് സംഭവം നടന്നത്. SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാതൃകാ കൺസെഷൻ കാർഡ് വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വച്ച് നടന്നു. ബസ് കൺസെഷൻ ഔദാര്യമല്ല, വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനവുമായിരുന്നു പരിപാടി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരമുറി കേസിൽ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിൽ CPM പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. പൊതുശ്മശാനത്തിൽ നിന്നും ആയുർവേദ ആശുപത്രി വളപ്പിൽ നിന്നും അനധികൃതമായി ഏകദേശം 4 ലക്ഷം രൂപയോളം വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കേസ്. മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും നിലവിൽ CPM പഞ്ചായത്ത് അംഗവുമായ താഴേക്കോട് പിലാക്കൽ വീട്ടിൽ മൊയ്തുപ്പ, താഴേക്കോട് പൊന്നേത്ത് വീട്ടിൽ സലീം, താഴേക്കോട് കരളി വീട്ടിൽ ഇബ്രാഹിം എന്നിവരാണ് അറസ്റ്റിലായത്. പൊതുശ്മശാനത്തിലും ആയുർവേദ ആശുപത്രി വളപ്പിലുമായി നിന്ന 28ഓളം വരുന്ന മരങ്ങളാണ് പ്രതികൾ അനധികൃതമായി മുറിച്ചു കടത്തുകയും വെട്ടി നശിപ്പിക്കുകയും ചെയ്തത്. ഇതുവഴി സർക്കാരിന് ഏകദേശം 4 ലക്ഷം രൂപയോളം നഷ്ടം വരുത്തിയതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സുമേഷ് സുധാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്കെതിരെ ഭാരതീയ ന്യായ സംഹിത, പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം എന്നിവ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. SI അനീഷ്, CPOമാരായ ഗിരീഷ്, സനൽ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCN പെരിന്തൽമണ്ണ. കുമരംപുത്തൂർ നെച്ചുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മെഡിക്കൽ ഓഫീസറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. കേരളത്തിലെ നിലവിലെ ആരോഗ്യരംഗത്തെയും പനിബാധിത സാഹചര്യത്തെയും നേതാക്കൾ വിമർശിച്ചു. ഇത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് മാറ്റി. അതിന്റെ ഗുണം പൊതുവിൽ എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം വരെ ചികിത്സ വേണം എന്നുള്ളതാണ് അതിന്റെ ഒരു റൂളിൽ പറയുന്നത്. പക്ഷെ അതില് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭയങ്കര തിരക്കാണ്. ഇവിടെ ഒരാൾക്ക് മറ്റു ഇഞ്ചക്ഷൻ, കുത്തിവെപ്പ്, മറ്റു ആയിട്ടുള്ള ചുമതലകൾ കൊടുക്കുമ്പോൾ ബാക്കി 2 ഡോക്ടർമാർ ആ തിരക്ക് പരിഹരിക്കാൻ വേണ്ടി ഉച്ചവരെ 2 മണി വരെ ഇരിക്കുകയാണ്. 2 മണി വരെ ഇരിക്കുന്ന ആളുകളോട് വീണ്ടും നിങ്ങൾ 5 മണി വരെ ജോലി ചെയ്യാം എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷെ വൈകുന്നേരം ആളുകൾ വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആളുകളുടെ ഭാഗം കൂടി നോക്കണം. അപ്പോൾ ആ പ്രയാസം ഞങ്ങൾ പഞ്ചായത്തിനെ അറിയിച്ചപ്പോൾ നിങ്ങൾ അവിടുന്ന് പഞ്ചായത്തിലേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒരാളെ കൂടി നിയമിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് പഞ്ചായത്ത് ആ റിക്വസ്റ്റ് DMOക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ DMO അതിനൊരു മറുപടി തന്നായിട്ട് ഞാൻ ഇപ്പം രാവിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരാളെ അഡീഷണലായിട്ട് ഇവിടെ വെക്കാം, അതിൻ്റെ ചെലവുകളും മറ്റും വഹിക്കാൻ ഒരു തയ്യാറാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മറുപടി വന്നിട്ടുണ്ട്. അത് ഇതിൻ്റെ ഒരു ഇവിടുത്തെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി നിങ്ങളുടെ വിവേചനാധികാരം വെച്ചിട്ടാണ് ഇവിടെ ഒരാളെ ഇനി നിയമിക്കേണ്ടത്. അപ്പം അതിൽ സാങ്കേതികത്വമൊക്കെ ഒരുപാടുണ്ടാവും. കാരണം പത്രപരസ്യം കൊടുക്കണം, ആളെ ഇന്റർവ്യൂ നടത്തണം, നോട്ടീസ് ബോർഡിൽ ഇടണം. ഇത് പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം വളരെ പ്രയാസമുണ്ട്. ഒരു പാനിക് സിറ്റുവേഷനാണ്. ഞാൻ പറയാതെ തന്നെ സാർ നമുക്ക് മനസ്സിലാക്കും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആ നിയമനം നടത്തി ഇപ്പോഴുള്ള അവസ്ഥയ്ക്ക് ഒരു അറുതി വരുത്തണം.
LDF സർക്കാരാണ് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിയത്. എന്നാൽ നിലവിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് ജനങ്ങളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്നുണ്ടെന്നും ഉടൻ തന്നെ കൂടുതൽ ഡോക്ടർമാരെ ഇവിടെ നിയോഗിക്കണമെന്നും DYFI ആവശ്യപ്പെട്ടു. ഇവിടെയുള്ള ജനങ്ങളെ കുമരമ്പത്തൂരിലെയും പുറത്തുള്ള ആളുകളൊക്കെ സമീപിക്കുന്നത് ഈ ആശുപത്രിയാണ്. ഇവിടെ 300-350 OP ആണ് ദൈനംദിനം വരുന്നത്. രാവിലെ വന്ന ആൾക്ക് 8 മണിക്ക് വന്ന ആള് 1 മണിക്കൊക്കെയാണ് പോകുന്നത്. ആ ഒരു പ്രയാസം ഞങ്ങളോട് ഇവിടുത്തെ ജനങ്ങൾ സൂചിപ്പിച്ചു. ആ അടിസ്ഥാനത്തിലാണ് DYFI ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഓഫീസറെ കാണാനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനും തയ്യാറായത്. ഇതിൽ അദ്ദേഹം അതിന്റെ നിയമത്തിന്റെ നൂലാമാലകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ സാധാരണ ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ ഇതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വരുമ്പോൾ പെട്ടെന്ന് ചികിത്സ കിട്ടണം എന്നുള്ളതാണ്. എന്തായാലും ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും അത് അടിയന്തരമായിട്ട് പരിഹാരം കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറെ സമീപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഒരു ഡോക്ടറും കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു താൽക്കാലിക പരിഹാരം കാണാൻ സാധിക്കും. കേരളത്തിലെ നിലവിലെ ആരോഗ്യരംഗത്തെയും പനിബാധിത സാഹചര്യത്തെയും ബ്ലോക്ക് സെക്രട്ടറി ശ്രീരാജ് വെള്ളപ്പാടം വിമർശിച്ചു. ഭീകരാക്രമണങ്ങളിൽ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ പനി ബാധിച്ച് മരിക്കുന്നതെന്ന് ശ്രീരാജ് കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണെന്ന മുൻ ആരോപണങ്ങൾക്കും അപ്പുറം നിലവിൽ അത് മോർച്ചറിയിലായ അവസ്ഥയാണുള്ളത്. എന്നാൽ ഇതിനെതിരെ ശക്തമായ സമരം ചെയ്യേണ്ട യൂത്ത് ലീഗുകാരാകട്ടെ പനിച്ചു വിറച്ചും വയറിളക്കം ബാധിച്ചും കിടപ്പിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടക്ക് ഭീകരാക്രമണങ്ങളിൽ മരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ കേരളത്തിൽ പനിച്ചു മരിച്ചു. മുമ്പ് ഇവിടെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചെറിയൊരു അബദ്ധം സംഭവിക്കുമ്പോൾ കേരളത്തിലാകെ വലിയ പ്രക്ഷോഭവും സമരവും നടത്തിയിരുന്ന ആളുകളൊക്കെ ഇപ്പൊ കാണാനില്ല. ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അതിൽ പലരും പനിച്ചു പറിച്ച് കിടക്കുകയാണ്. അപ്പോൾ സമരത്തിന് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മുമ്പ് ആരോഗ്യ കേന്ദ്രം വെന്റിലേറ്ററിലാണ് എന്ന് പച്ചക്കള്ളം പ്രചരിപ്പിച്ച ആളുകൾ പുതിയ ഭരണം വന്നതോടുകൂടി നല്ല ആരോഗ്യമുണ്ടായിരുന്ന കേരളത്തിന്റെ ആരോഗ്യ രംഗം വെന്റിലേറ്ററിലാണ് എന്ന അവരുടെ ആരോപണത്തിനും അപ്പുറത്ത് ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. ഏതാണ്ട് കഴിഞ്ഞ ദിവസം വരെയുള്ള ഔദ്യോഗിക കണക്കനുസരിച്ച് 46 ആൾ മരിച്ചു, 46 ആൾ മരിച്ചു. ഞങ്ങൾ പറയുന്നത് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ആരോഗ്യ രംഗം വലിയ താറുമാറായിട്ട് കിടക്കുകയാണ്. ഇപ്പൊ നെച്ചുള്ളിയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായിരുന്ന ഈ ആശുപത്രിയെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയത് ഇടതുപക്ഷ സർക്കാരാണ്. വൈകുന്നേരം വരെ ഡോക്ടർമാരുടെ സേവനം കിട്ടണം. ഇവിടെ മരുന്ന്, ലബോറട്ടറി സൗകര്യം ഉൾപ്പെടെ എല്ലാം കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റാണ്. 4 ഡോക്ടർമാരെയാണ് ഇവിടെ PSC നിയമിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളം വലിയ അപകടത്തിലാണ്. പനി ഭയങ്കരമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റു സാങ്കേതികത്വങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ നിയമിക്കണമെന്നാണ് DYFIക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ഒന്നുകൂടി പറയുന്നു, ഇവിടെ സമരം നടത്താനും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ രൂപത്തിൽ സമരമൊക്കെ ആയിട്ട് വരേണ്ട 2-3 സംഘടനകളുണ്ട്. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരുപക്ഷെ അവർ പനിച്ചു പറിച്ച് കിടക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലാതെ രാഷ്ട്രീയമായിട്ടൊന്നും ആവില്ല. അപ്പോൾ UDF ഭരിക്കുന്നതുകൊണ്ട് സമരത്തിന് വരാനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല. ചിലപ്പോൾ പനിയും ജലദോഷവും വയറിളക്കമൊക്കെ ആയിട്ട് കിടപ്പിലാകുന്നത് കൊണ്ടായിരിക്കാം അവർ സമരത്തിന് വരാത്തത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഞങ്ങൾ എല്ലാ കാലത്തും ആര് ഭരിക്കുന്നു എന്ത് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഡോക്ടർമാരെ നിയമിച്ച് ആളുകളുടെ പ്രയാസം അവസാനിപ്പിക്കണം എന്നാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരി ടൗണിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്താണ് സംഭവം നടന്നത്.
മാങ്ങോട് ഭാഗത്തേക്ക് രോഗിയെ എടുക്കാനായി പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. യു ടേൺ എടുക്കുകയായിരുന്ന കാറിനെ പിറകിൽ നിന്നും വന്ന ആംബുലൻസ് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇരു വാഹനങ്ങളും തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരികിലെ കൈവരിയിൽ ഇടിച്ചാണ് നിന്നത്. പരിക്കേറ്റ ആംബുലൻസ് ഡ്രൈവർ ഖാദറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം നടക്കുന്ന സമയത്ത് റോഡരികിലൂടെ നടന്നു പോവുകയായിരുന്ന കാൽനടയാത്രക്കാരൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ നിലവിൽ ലഭ്യമായിട്ടുണ്ട്. CCN ചെർപ്പുളശ്ശേരി. SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാതൃക കൺസെഷൻ കാർഡ് വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു. ബസ് കൺസെഷൻ ഔദാര്യമല്ല, വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനവുമായിരുന്നു പരിപാടി. വിദ്യാർത്ഥികളുടെ സൗഹൃദയാത്ര ഉറപ്പുവരുത്തുന്നതിനും കൺസെഷൻ നിരക്കുകളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായി SFI വരും ദിവസങ്ങളിൽ ഇതേ മാതൃകയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നറിയിച്ചു. മാതൃക കൺസെഷൻ കാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം SFI സംസ്ഥാന കമ്മിറ്റി അംഗം T. സ്നേഹ നിർവഹിച്ചു. പരിപാടിക്ക് SFI പെരിന്തൽമണ്ണ ഏരിയ പ്രസിഡന്റ് സിനാൻ KP അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി യദുകൃഷ്ണൻ പരിപാടിക്ക് ഔദ്യോഗികമായി സ്വാഗതം പറഞ്ഞു. തുടർ ദിവസങ്ങളിൽ പെരിന്തൽമണ്ണയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രധാന ബസ് സ്റ്റാൻഡുകളിലും ഈ മാതൃക കൺസെഷൻ കാർഡുകൾ വിപുലമായി വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCN പെരിന്തൽമണ്ണ. 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ മലപ്പുറം ജില്ലാതല പരിപാടി മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് നടന്നു. ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ആ ഹെൽത്ത് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യും? ഇപ്പോൾ നമ്മുടെ ജീവൻ ശൈലിയുടെ ഭാഗമായിട്ട് മോസ്റ്റ്ലി ഇറ്റ് ഈസ് ഓഫീസ് വേസ്റ്റ് വർക്ക്. നമുക്ക് എല്ലാ സമയത്ത് കസേരയിലിരിക്കും. ദാറ്റ് ലീഡ്സ് ടു എ ലോട്ട് ഓഫ് ഫിസിക്കൽ സ്റ്റാഗ്നേഷൻ. നമ്മുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ആയാൽ പിന്നെ ഇവിടെ കൂടുതൽ മെൻ്റൽ ഹെൽത്തിൻ്റെ ചാലഞ്ചസ് ഉണ്ട്. സോ ഐ തിങ്ക് യോഗ അതിൻ്റെ വേണ്ടി ഒരു ആൻസറാണ്. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്ന് വളരെ മികച്ച രീതിയിൽ യോഗയുടെ ഒരു മൂവ്മെൻറ്റ് പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. നാഷണൽ ആയുഷ് മിഷനിൻ്റെ ഭാഗമായ ജില്ലാ സ്പോർട്സ് കൗൺസിൽ, നമ്മുടെ യോഗ അസോസിയേഷൻ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. സോ അത് എനിക്ക് വളരെ സന്തോഷമാണ്. സോ ഈ നമുക്ക് കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. ഐ തിങ്ക് ദ ബെസ്റ്റ് way to celebrate Yoga Day is by doing yoga rather than giving a long speech here. So I won't talk much. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ മലപ്പുറം, ജില്ലാ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ യോഗ അസോസിയേഷൻ, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പ്രോജക്ട് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആരോഗ്യകരമായ വാർദ്ധക്യം യോഗയിലൂടെ എന്ന ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാദിന സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഋഷികേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ആസ്ലു മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ A. ഷിപ്പുലാൽ, ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി MV വാസുണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ഭാരതീയ ചികിത്സാ വകുപ്പ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M. മുഹമ്മദ് ഷാനവാസ് തയ്യിൽ സ്വാഗതവും ജില്ലാ ഹോമിയോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P. സുമേഷ് നന്ദിയും പറഞ്ഞു. കൈകളും ചേർത്ത് പിടിച്ച 2 back 3 back hands down breathe out താഴേക്ക് പോകണം അങ്ങോട്ടെത്തിയില്ല ജസ്റ്റ് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് up നിവർത്തി കൊടുക്കാം. ജസ്റ്റ് 2 3 ചേഞ്ച് ഓപ്പോസിറ്റ് ലെഗ് up down up down up down 2 3 opposite 1 2 Dhanasana Pranamasan opposite
CCN മലപ്പുറം. മയക്കുമരുന്ന് വിരുദ്ധ സന്ദേശം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ചെർപ്പുളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസ് മാരത്തോൺ സംഘടിപ്പിക്കുന്നു. വിദ്യാർത്ഥികൾ, യുവാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി താൽപര്യമുള്ള ഏവർക്കും പരിപാടിയിൽ പങ്കെടുക്കാവുന്നതാണെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെർപ്പുളശ്ശേരി ജനമൈത്രി പോലീസ്, ചെർപ്പുളശ്ശേരി നഗരസഭ, മേര ഭാരത് സംഘടന എന്നിവർ സംയുക്തമായി ഒരുക്കുന്ന റൺ മലബാർ റൺ 2026 മാരത്തോൺ ജൂൺ 28 ഞായറാഴ്ച രാവിലെ 5:30 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റൺ ഫോർ ലൈഫ്, നോട്ട് ഫോർ ഡ്രഗ്സ് എന്ന സന്ദേശമുയർത്തിയാണ് 6 കിലോമീറ്റർ ദൈർഘ്യമുള്ള മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഓട്ടത്തിൽ വിദ്യാർത്ഥികൾ, യുവാക്കൾ, പൊതുജനങ്ങൾ തുടങ്ങി താൽപര്യമുള്ള ഏവർക്കും പങ്കെടുക്കാവുന്നതാണ്. മാരത്തോണിൽ വിജയികളാവുന്നവർക്ക് ഒന്നാം സമ്മാനമായി 5000 രൂപയും 2ാം സമ്മാനമായി 3000 രൂപയും ലഭിക്കും. കൂടാതെ 10 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും. മാരത്തോണിൽ പങ്കെടുക്കുന്ന എല്ലാ രജിസ്റ്റർ ചെയ്ത വ്യക്തികൾക്കും ടീഷർട്ട്, മൊമന്റോ, പ്രഭാത ഭക്ഷണം, ആവശ്യമായ മെഡിക്കൽ സപ്പോർട്ട് എന്നിവ സംഘാടകർ ലഭ്യമാക്കും. മുനിസിപ്പാലിറ്റിയുടെ അവരോട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ചെർപ്പുളശ്ശേരി പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സംഘടനകളെയും അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് പിന്നെ എല്ലാ യുവാക്കൾക്കും പങ്കെടുക്കാം. അതിൽ ആര് പങ്കെടുക്കുമ്പോഴും അവരുടെ പതാകകളുമായി രാഷ്ട്രീയ നിറം നൽകിയിട്ടുള്ള പങ്കെടുക്കുന്നതിന് നമ്മൾ അനുമതി നൽകുന്നില്ല. ഇപ്പോൾ ലീഗിൻ്റെ ആളുകൾ പങ്കെടുക്കുമ്പോൾ ലീഗിൻ്റെ പതാകയിട്ട് വരിക എന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പതാകയിട്ട് വരിക എന്നുള്ളത് നമ്മൾ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. രാഷ്ട്രീയത്തിന് അതീതമായി ഈ പൊതുവിപത്തിനെ നേരിടുന്നതിന് വേണ്ടി ആര് പങ്കെടുക്കുകയാണെങ്കിലും അവരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ജനങ്ങളെ അറിയിച്ച് അതിൻ്റെ മുന്നിൽ മലബാർ പോളിടെക്നിക് നിന്നുകൊണ്ട് നിർവഹിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൽ വിജയിക്കുന്നത് ഇവർക്കായി പിന്നെ ഈ പ്രഭാതത്തിൽ വരുന്നവർക്ക് ആവശ്യമായ ഭക്ഷണം പിന്നെ നമ്മൾ നൽകുന്നുണ്ട്. ഇതിൽ സമ്മാനമായിട്ട് പിന്നെ ഒന്നാം സമ്മാനം 5000 രൂപ നൽകുന്നുണ്ട്. 2ാം സമ്മാനമായി 1000 രൂപ നൽകുന്നുണ്ട്. 10 പ്രോത്സാഹന സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമ്മൾ മലബാർ പോളിടെക്നിക്കിൻ്റെ ടീഷർട്ട് നമ്മൾ നൽകും. ആദ്യം പറഞ്ഞത് ഈ പറഞ്ഞ സഹകരിക്കുന്നുണ്ട്. ഇതിന് നേതൃത്വം നൽകുന്ന മലബാർ പോളിടെക്നിക്കിൻ്റെ ടീഷർട്ട് കൊണ്ടാണ് എല്ലാവർക്കും നമ്മൾ കൊടുക്കുന്നത്. പിന്നെ രജിസ്ട്രേഷൻ ഫീസ് 350 രൂപ അതായത് വാങ്ങുന്നുണ്ട്. പിന്നെ കൂടുതൽ വിവരങ്ങളും നമ്മൾ ഇവിടുന്ന് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണെന്ന് പറയും. 350 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായമംഗലം, സെക്രട്ടറി അബ്ദുറഹ്മാൻ, പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ, വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം, വിവിധ വകുപ്പ് മേധാവികളായ പി മുഹമ്മദ് താഹിർ, MK കൃപ, KT ദീപക്, MN ശ്രീദേവി, R അരുൺ എന്നിവരും ട്രസ്റ്റ് അംഗങ്ങളായ ഉസ്സൻകുട്ടി ഹാജി, ഇക്ബാൽ കൊല്ലത്ത്, MT നാസർ, അബ്ദുസമദ്, പ്രോഗ്രാം കോർഡിനേറ്റർമാരായ K ഫാജിഷ്, K മുഹമ്മദ് ഇസ്ഹാഖ് എന്നിവർ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. മണ്ണാർക്കാട് നഗരസഭയിൽ ആധുനിക സ്റ്റേഡിയം സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഭൂമി ലഭ്യമാക്കി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായ അരുൺകുമാർ പാലക്കുറിശി മുഖ്യമന്ത്രിക്കും ബന്ധപ്പെട്ട മന്ത്രിമാർക്കും നിവേദനം നൽകി. കായിക വകുപ്പ് മന്ത്രി OJ ജനീഷിന് നൽകിയ നിവേദനത്തിൽ മണ്ണാർക്കാട് മേഖലയിലെ യുവജനങ്ങളും വിദ്യാർത്ഥികളും വിവിധ കായിക ഇനങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ടെങ്കിലും നഗരസഭാ പരിധിയിൽ ആധുനിക സ്റ്റേഡിയം ഇല്ലാത്തത് കായിക വികസനത്തിന് വലിയ തടസ്സമാണെന്ന് ചൂണ്ടിക്കാട്ടി. സ്റ്റേഡിയം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി ലഭ്യമാക്കി പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. CCN മണ്ണാർക്കാട്. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് മലപ്പുറം ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് കൂട്ടായ്മയായ മാച്ച് മലപ്പുറത്തെ സംഗീത പ്രതിഭകളെ ആദരിച്ചു. മലപ്പുറം ടോപ്പ് സ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിംഗ് സെന്റർ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ഗായകൻ സുനിൽ പവിഴം ഉദ്ഘാടനം ചെയ്തു. മാച്ച് പ്രസിഡന്റ് ബാബുരാജ് കോട്ടക്കുന്ന് അധ്യക്ഷത വഹിച്ചു. മാച്ച് ജനറൽ സെക്രട്ടറി മജീഷ്യൻ മലയിൽ ഹംസ സ്വാഗതവും മാച്ച് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ മുണ്ടുപറമ്പ് നന്ദിയും പറഞ്ഞു. മലപ്പുറത്തെ സംഗീത പ്രതിഭകളായ മുജീബ് റഹ്മാൻ, അക്ബർ, സമീർ ബിൻസി, ഇമാം, മജ്ബൂർ, ഷാനവാസ് പെരുമ്പള്ളി, നംഷാദ്, അബ്ദുൽ ഹമീദ്, അഹമ്മദ് ഗസൽ, KP ബാലൻ, സുജാത പരമേശ്വരൻ, സുന്ദരൻ തുടങ്ങി 11ഓളം കലാകാര പ്രതിഭകളെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പരിപാടിയുടെ അവസാനം ബാബുരാജ് കോട്ടക്കുന്ന്, ശശീന്ദ്രൻ ചുങ്കംപള്ളി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഓൾഡീസ് ഗോൾഡ് സംഗീത വിരുന്നും അരങ്ങേറി.
CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരത്തിലെ രൂക്ഷമായ ഗതാഗത കുരുക്കഴിക്കുന്നതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിൽ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കുന്ന പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണ നഗരസഭയിൽ ആരംഭിച്ചു. പോലീസ് സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് റോഡാണ് ഇപ്പോൾ താൽക്കാലികമായി മെറ്റൽ പാകി സഞ്ചാരയോഗ്യമാക്കുന്നത്. വില്ലേജ് ഓഫീസ് പരിസരമടക്കം നിരന്തരം വെള്ളക്കെട്ട് രൂപപ്പെടുന്ന റോഡിന്റെ സൈഡുകളിലും മെറ്റൽ പാകുന്ന പ്രവൃത്തികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തകർന്ന ഓടകളിലെ പഴയ സ്ലാബുകൾ നീക്കം ചെയ്ത് പുതിയ സ്ലാബുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും അന്തിമഘട്ടത്തിലാണ്. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ മരമുറി കേസിൽ 3 പേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. നിലവിലെ CPM പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. പൊതുശ്മശാനത്തിൽ നിന്നും ആയുർവേദ ആശുപത്രി വളപ്പിൽ നിന്നും അനധികൃതമായി ഏകദേശം 4 ലക്ഷം രൂപയോളം വില വരുന്ന മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് കേസ്. കുമരംപുത്തൂർ നെച്ചുള്ളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിലവിലുള്ള ഡോക്ടർമാരുടെ കുറവ് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ മെഡിക്കൽ ഓഫീസറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. കേരളത്തിലെ നിലവിലെ ആരോഗ്യരംഗത്തെയും പനിബാധിത സാഹചര്യത്തെയും നേതാക്കൾ വിമർശിച്ചു. ചെർപ്പുളശ്ശേരി ടൗണിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചെർപ്പുളശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്താണ് സംഭവം നടന്നത്. SFI പെരിന്തൽമണ്ണ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാതൃകാ കൺസെഷൻ കാർഡ് വിതരണോദ്ഘാടനം പെരിന്തൽമണ്ണ മൂസക്കുട്ടി ബസ് സ്റ്റാൻഡിൽ വച്ച് നടന്നു. ബസ് കൺസെഷൻ ഔദാര്യമല്ല, വിദ്യാർത്ഥികളുടെ അവകാശമാണ് എന്ന പ്രഖ്യാപനവുമായിരുന്നു പരിപാടി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.